നമസ്കാരം കൂട്ടുകാരെ, സത്യവ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ റിസ്കിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹസാഡ് എന്താണെന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തത്. ഹസാഡ്, ദാറ്റ് മീൻസ് എനിത്തിങ് വിച്ച് പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഓർ ഡാമേജ്. നമുക്ക് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തിനേയും നമ്മൾ ഹസാഡായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ റിസ്കിനെ പറ്റി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. എന്താണ് റിസ്ക്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, റിസ്ക് അസസ്മെൻറ്റ് എന്താണ്, റിസ്ക് അസസ്മെൻറ്റിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, റിസ്ക് അസസ്മെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് റിസ്ക്, അല്ലേ? ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, നീ ആ കാര്യങ്ങൾ ചെയ്യരുത്, കാരണം ആ ആക്ടിവിറ്റിയിൽ റിസ്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്യരുതെന്നൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്നായിരുന്നാലും നമ്മൾ കേൾക്കുന്നതാണ്. റിസ്ക് എന്തെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു അപകടം നടക്കാനുള്ള സാധ്യതയും ആ അപകടം നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന അനന്തര ഫലങ്ങളുടെയും കോമ്പിനേഷനെയാണ് റിസ്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. റിസ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈക്ലിഹുഡ് ഓഫ് എ ഹസാഡസ് ഒക്യുറൻസ് ആൻഡ് ദ കോൺസിക്വൻസ് ഡ്യൂ ടു ദാറ്റ് ഒക്യുറൻസ്. R=L×S എന്നുള്ള ഒരു ഫോർമുല നമ്മളുടെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് റിസ്ക് എന്ന് ഏത് സമയത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചാലും റിസ്കിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും. റിസ്ക് എന്താണെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു. അതായത് നമുക്ക് ഒരു അപകടം ഉണ്ടാകാൻ ഉള്ള സാധ്യതയും ആ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളുടെയും ഒരു കോമ്പിനേഷനെയാണ് റിസ്ക് എന്നറിയപ്പെടുന്നത്. അപ്പം R എന്നുള്ളത് നമ്മൾ മനസ്സിലായി. അടുത്തത് L എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് എന്ന് ഓർത്തിരിക്കുക. S എന്നുള്ളത് സിവിയറിറ്റി. ലൈക്ലിഹുഡ് എന്ന് വെച്ചാൽ ഒരു അപകടം നടക്കാനുള്ള സാധ്യതയാണ് ലൈക്ലിഹുഡ് എന്നറിയപ്പെടുന്നത്. അതായത് ലൈക്ലിഹുഡ് ദാറ്റ് ഈക്വൽ ടു സാധ്യത. സിവിയറിറ്റി എന്ന് വെച്ചാൽ ആ അപകടം നടന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതത്തെയാണ് സിവിയറിറ്റി എന്ന് പറയുന്നത്. അതായത് അതിന് തീവ്രത. അതായത് റിസ്ക് ഈസ് ഈക്വൽ ടു ലൈക്ലിഹുഡ് ഇൻറ്റു സിവിയറിറ്റി. ഈ ഒരു ചെറിയൊരു ഫോർമുല നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്നുള്ള ചാപ്റ്റർ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പം റിസ്ക് ഈസ് ഈക്വൽ ടു ലൈക്ലിഹുഡ് ഇൻറ്റു സിവിയറിറ്റി. ലൈക്ലിഹുഡിൻ്റെയും സിവിയറിറ്റിയുടെയും ഒരു കോമ്പിനേഷനെയാണ് റിസ്ക് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു ഇമേജ് കാണാൻ സാധിക്കും. ഈ ഇമേജിൽ ഒരാൾ റോഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നടക്കുന്നു. അവിടെ അയാൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ചെറിയ വളരെ ഡെപ്ത് കുറഞ്ഞ ഒരു കുഴിയുമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നടക്കുന്ന സമയത്ത് ആ കുഴി ജസ്റ്റ് കാലുകൊണ്ട് ഒന്ന് പൊക്കി കാല് അപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ മറികടക്കാവുന്ന കുഴിയേ ഉള്ളൂ. ഇൻ കേസ് ആ കുഴിയിലോട്ട് വീണ് കഴിഞ്ഞാലും കുഴിയുടെ ഡീപ്ത് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. നമുക്ക് അപകടമോ നമുക്ക് വലിയ ഇഞ്ചുറികളോ ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ റിസ്ക് എന്ന ആ ഒരു ടോപ്പിക്ക് മൈൻഡിലെടുത്തുകൊണ്ട് R=, ലൈക്ലിഹുഡ് ഇൻറ്റു സിവിയറിറ്റി. റിസ്ക് എന്ന് വെച്ചാൽ ലൈക്ലിഹുഡിൻ്റെയും അതോടൊപ്പം തന്നെ സിവിയറിറ്റിയുടെയും ഒരു കോമ്പിനേഷനാണെന്നുള്ള മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു അപകടം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഒരു അപകടം ഇൻ കേസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസും വളരെ കുറവാണ്. അതായത് ഇത് റിസ്കി ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഹസാഡ് ഉണ്ട്, ഒരു ചെറിയൊരു ഹസാഡ് ഉണ്ട്. പക്ഷേ ആ ഹസാഡ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹസാഡാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ടാമത്തെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. ഈ ഇമേജിൽ വഴിയുടെ നീളം, അതായത് ചാടിക്കടക്കേണ്ട വഴിയുടെ നീളം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് ചാടിക്കടക്കുന്ന സമയത്ത് ആൾ ഫെൽ ഡൗൺ ആയി താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് പറ്റാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ കുഴിയുടെ ഡെപ്ത് എന്ന് വെച്ചാൽ ആദ്യത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ അപകടം നടക്കാനുള്ള സാധ്യതയും കൂടുന്നു. അതോടൊപ്പം തന്നെ അപകടം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള, കാരണം കുഴിയുടെ അളവെന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണ്, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഇഞ്ചുറിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ടാകുന്നു. അതായത് ഇവിടെ ലൈക്ലിഹുഡ് എന്ന് വെച്ചാൽ എപ്പോഴും മൈൻഡിൽ വെക്കുക, ലൈക്ലിഹുഡും സിവിയറിറ്റിയും തമ്മിലുള്ള കോമ്പിനേഷനെയാണ് റിസ്ക് എന്നറിയപ്പെടുന്നത്.
അടുത്തതായി നിങ്ങൾക്ക് സ്ക്രീനിൽ 3 ഇമേജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അവസാനത്തെ ഇമേജ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാടിക്കടക്കേണ്ട കുഴിയുടെ നീളവും കൂടുന്നു, അതോടൊപ്പം തന്നെ ഡെപ്തും കൂടുന്നു. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇത് ചാടിക്കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴിയുടെ അപ്പുറം എത്താനും സാധിക്കില്ല, അതോടൊപ്പം തന്നെ നിങ്ങൾ കുഴിയിൽ വീഴുകയും ചെയ്യും. ഡെപ്ത് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവിടെ അപകടം ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാകുന്നു. നമ്മൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതവും കൂടുന്നു. നിങ്ങൾക്ക് മരണം വരെ അവിടെ സംഭവിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് ഇപ്പോൾ കാണാൻ സാധിക്കും. അതിനെയാണ് റിസ്ക് മെട്രിക്സ് എന്നറിയപ്പെടുന്നത്. ഹസാർഡിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസ്ക് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 തരം റിസ്ക് മെട്രിക്സുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു അക്സെപ്റ്റബിൾ ലെവലിലോട്ട് റിസ്കിനെ കൊണ്ടുവരികയാണ് ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ പ്രധാന കർത്തവ്യം. നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് റിസ്ക് എന്ന് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. കാരണം റിസ്ക് എന്ന് വെച്ചാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ്. ആ റിസ്ക് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ അനന്തു.